അവരെല്ലാവരും. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ബസ്സിൽ കേട്ടിട്ടുണ്ട്, തിയേറ്റേഴ്സിൽ കേട്ടിട്ടുണ്ട്, പിന്നെ ട്രെയിനിൽ കേട്ടിട്ടുണ്ട്, അല്ലെ മാർക്കറ്റിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു അമ്പലത്തിൽ ഒന്ന് എനിക്ക് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും ഒരു പുണ്യ സ്ഥലത്തു നിന്നാണ് ഈ ഒരു സംഭവം എനിക്ക് നേരിട്ടത് എന്ന്. അങ്ങനെ ഞാൻ അത്രയും എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ അടി കൊടുത്തിട്ടുണ്ട്. പോലീസ് വന്നു, പോലീസ് എന്നോട് കാര്യം ചോദിച്ചു. പോലീസിനോട് ഞാൻ പറഞ്ഞു കൊടുത്തു. പോലീസ് വന്നു, സ്റ്റേഷനിലേക്ക് മാം വരണം. ഞാനും പോയി. ഇയാളും ഉണ്ടായിരുന്നു. ഇയാളെ പിടിച്ച് കൊണ്ടുപോകുന്ന വഴിയിലൊക്കെ നല്ലോണം കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. അയാൾക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. ആൾക്ക് അടി കിട്ടി. എൻ്റെ കൂടെ ഒരു വനിതാ പോലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്നോട് ടെൻഷൻ ആവണ്ട, കരയണ്ടെന്നൊക്കെ. ഞാൻ ഒന്നാമത് എനിക്ക് അടി കൊടുത്തതിൻ്റെ സന്തോഷമുണ്ട്, പിന്നെ എനിക്ക് തന്നെ അത് വന്നല്ലോ എന്നുള്ളൊരു സങ്കടം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. അങ്ങനെ അവിടുത്തെ SI സാറോട് സംസാരിച്ചു. അപ്പോൾ SI സാറ് എന്നോട് പറഞ്ഞു, നീ കംപ്ലൈൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ആ കംപ്ലൈൻറ്റ് കൊടുക്കണം. കാരണം ഇന്നിപ്പോൾ എനിക്കിങ്ങനെ ഒരു ഫേസ് ചെയ്യേണ്ടി വന്നു. ഇവൻ ഇന്ന് അല്ല, എല്ലാ ദിവസവും അവിടെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ എത്ര പേര് ഇവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും, എത്ര പേര് സൈലൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒച്ച ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ് ഇവനെ പോലത്തെ ആൾക്കാരൊക്കെ പിടിക്കാൻ പറ്റിയത്. അതല്ലെങ്കിൽ ഒന്നാമത് അമ്പലത്തിലേക്ക് എന്തുദ്ദേശത്തിലാണ് നമ്മളൊക്കെ പോവുക? നമ്മളാകെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയത് വഴിപാടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരാൻ വരിക, അതൊക്കെയല്ലേ നമ്മൾ ചെയ്യുക. ഇല്ലാണ്ട് ഇങ്ങനത്തെ ഒരു സംഭവമായിട്ട് വരില്ലല്ലോ ആരും. ഇത് കേട്ടതോടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന NSSത്തെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ഏതൊരു കോളേജത്തെ എനിക്ക് മറന്നുപോയി. ആ കോളേജിലത്തെ കുട്ടികൾ വിമൻസ് ഡേനോടനുബന്ധിച്ച് അവിടെ ഉള്ള ഫീമെയിൽ സ്റ്റാഫിനൊക്കെ സ്വീറ്റ്സ് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ SI സാറ് വിളിച്ച് എനിക്ക് തരാൻ പറഞ്ഞു. ഇന്നത്തെ സ്വീറ്റ്സ് ഈ കുട്ടിക്ക് തന്നെ കൊടുക്കണം, അത്രയും സ്ട്രോങ് ആയിട്ട് അവൾ പ്രതികരിച്ചു, ഇങ്ങനെ ഒരാൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, നീ മാർഷ്യൽ ആർട്ട് പഠിക്കുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തൈക്കോണ്ടോ പ്ലെയറാണ്, നാഷണൽ പ്ലെയറാണ്, കോച്ചായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ഇത് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയോ പേര് ഇപ്പോഴും സൈലൻ്റാണ്. ഇങ്ങനത്തെ എന്ത് കാര്യങ്ങളുണ്ടായാലും